ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ മോം ആൻഡ് കിഡ്സ് മീഡിയ. ഇന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് ഷാർജ ഷേക്കാണ്, അഥവാ മിൽക്ക് ഷേക്ക്. വളരെ സിമ്പിളായിട്ട് എങ്ങനെ തയ്യാറാക്കാം നമുക്ക് നോക്കാം. ഇത് ശരിക്കും ഒരു ബേസിക് ഷേക്കിൻ്റെ റെസിപ്പി കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് വെച്ചിട്ട് മാംഗോ ഷേക്കോ ജാക്ക് ഫ്രൂട്ടോ ഫ്രൂട്ടൊക്കെ മാറ്റി ആപ്പിൾ ഷേക്കൊക്കെ തയ്യാറാക്കാം. അപ്പോൾ നമുക്കിതെങ്ങനെയാണെന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ നമുക്കിതിന് വേണ്ടി ഇൻഗ്രീഡിയൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വേണ്ടത് ഫ്രോസൺ മിൽക്കാണ്. ഞാൻ ഈ ഫ്രോസൺ മിൽക്ക് എടുത്തിട്ടുണ്ട്. ശരിക്കും അത് ഫ്രീസ് ചെയ്തിട്ടെടുക്കണം. എന്നിട്ടത് വളരെ നൈസായിട്ട് നമുക്കിങ്ങനെ കട്ട് ചെയ്ത് ഇങ്ങനെ ചീബെടുക്കൂലേ, അതുപോലെ എടുക്കുക. അതാണ് ഇതിൻ്റെ ശരിക്കും മെയിനായിട്ടുള്ള ഒരു ടിപ്പ് എന്ന് പറഞ്ഞത്. ശരിക്കും എടുക്കുമ്പം പുറത്ത് കഴിക്കുന്ന ആ ഷാർജ ഷേക്കിൻ്റെ അതേ ഫീൽ നമുക്ക് കിട്ടും. ഇത് ശരിക്കും നല്ല ഐസായിട്ടിരിക്കണം. അത് ശരിക്കും ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് കട്ട് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം. എങ്ങനെ ഇത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ശരിക്കും നമ്മളിപ്പോൾ കട്ട് ചെയ്ത് പറഞ്ഞില്ലേ, കട്ട് ചെയ്ത പോലെ ചെയ്തിട്ട് ഇങ്ങനെ നല്ലതായിട്ട് ഫുൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. ഇത് ഫുൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറെ എഫേർട്ടൊന്നുമില്ല. ശരിക്കും ഒരു ജാർ എടുക്കുക. ജാറിലേക്ക് ഇപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചാൽ മിൽക്ക് ഫുള്ളായിട്ട് അങ്ങ് ഇടുക. അതാണ് ഫസ്റ്റ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഞാനൊരു 2-3 ഗ്ലാസ്സൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. അപ്പോൾ കുറച്ചെടുത്താൽ മതി. ഇത് ശരിക്കും കട്ട് ചെയ്ത് ജാറിലേക്ക് ഇടുക. പിന്നെ നമ്മൾ ഇതിനകത്തേക്ക് ഒരു ഐറ്റമാണ് ബൂസ്റ്റാണ്. ബൂസ്റ്റിൻ്റെ പൊടി ഇട്ട് നല്ലൊരു ടേസ്റ്റ് കിട്ടും ഇതിന്. അപ്പോൾ ഒരുപാടൊന്നും ഇടണ്ട, അത് മിൽക്ക് ഷേക്ക് അല്ലേ. അപ്പോൾ ചെറുതായിട്ട് ബൂസ്റ്റിൻ്റെ പൊടി കുറച്ച് ഒരു ടേബിൾ സ്പൂണൊക്കെ എടുത്താൽ മതി. പിന്നെ നമ്മളിത് മിൽക്ക് ഷേക്ക് ഇത് കോമൺ ആയിട്ട് നമ്മൾ ചെയ്യണത് ഇതിൽ ചെറുപഴം ഇല്ലേ, നമ്മുടെ ചെറിയ പഴം, ഏത്തപ്പഴം അല്ല ചെറിയ പഴം, അത് ഇടണം നമ്മളിതിനകത്തേക്ക്. അതുപോലെ ബദാമാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്യാൻ നട്ടിട്ടോ. നമുക്ക് വേണമെങ്കിൽ ക്യാഷ്യൂ യൂസ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഞാൻ ചെറിയ പഴം എടുത്തണം. ഒരു ചെറുപഴമാണ് ഞാൻ എടുത്തത്. ഒരു 3 ഗ്ലാസ്സിനൊക്കെ വേണ്ടിയിട്ട് ഒരു ചെറിയ ചെറുപഴം മതി. അതാണ് സാധാരണ മിൽക്ക് ഷേക്ക് നമ്മൾ യൂസ് ചെയ്യണത്. പിന്നെ ഞാൻ പഞ്ചസാര ആവശ്യമുണ്ടെങ്കിൽ പഞ്ചസാര എടുത്താൽ മതി. കാരണം എന്ന് വെച്ചാൽ മധുരം ചെറിയൊരു മധുരം ഉണ്ടാവുമല്ലോ പാലിൽ. പിന്നെ പഴത്തിൻ്റെയും അതുപോലെ ബൂസ്റ്റിൻ്റെ ഒരു മധുരം ഉണ്ട്. അപ്പം ഞാൻ 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. അതുമാത്രമല്ല, ഇപ്പം നമ്മൾ അല്ലാത്ത ഫ്രൂട്ട് ചെയ്യുവാണെങ്കിലേ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ബനാനയുടെ ആവശ്യമില്ല. അല്ലാത്ത ഫ്രൂട്ട് മാറ്റിവിടും നമ്മൾ. അങ്ങനെയാണ് ഇതിൻ്റെ സെറ്റപ്പ് എന്ന് പറയുന്നത്. ഇനി ശരിക്കും നമ്മളിത് ബ്ലെൻഡ് ചെയ്തെടുക്കണം. അപ്പോൾ നല്ല തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസിയിൽ കിട്ടും. ശരിക്കും ഇത് ബ്ലെൻഡ് ചെയ്തെടുത്തു കേട്ടോ, കണ്ടോ, നല്ല തിക്ക് കൺസിസ്റ്റൻസിയാണ്. അപ്പോൾ ഇത് ശരിക്കും നമ്മൾ ഇതങ്ങ് ഗ്ലാസ്സിലേക്ക് ഇനി സെർവ് ചെയ്താൽ മതി. ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ്. ഉണ്ടോ, ഗ്ലാസ് എടുക്കുക. എന്നിട്ട് ആ ഗ്ലാസ്സിലേക്ക് നമ്മൾ ശരിക്കും ഇതൊന്ന് ജസ്റ്റ് ഇത് ഡെക്കറേറ്റ് ചെയ്യണം. നമ്മൾ ഈ കടയിൽ നിന്നൊക്കെ കഴിക്കുന്ന ശരിക്കും ഒരു സിറപ്പ് ഒഴിക്കുന്നുണ്ട് അവർ. ഞാൻ അവിടെ യൂസ് ചെയ്യുന്ന ഹെർഷേഴ്സിൻ്റെ ചോക്ലേറ്റ് സിറപ്പാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് ശരിക്കും സൈഡിൽ കൂടെ ഡെക്കറേറ്റ് ഇങ്ങനെ ചെരിച്ച് പിടിച്ചിട്ട് നമ്മൾ സൈഡിൽ കൂടെ ഒന്ന് തുളുമ്പി കൊടുത്താൽ മതി. അപ്പോൾ ശരിക്കും ഒരു നല്ല ഡെക്കറേറ്റ് നമുക്ക് കാണാൻ നല്ല ഭംഗിയുണ്ടാവും. നമ്മൾ ഷേക്ക് കൊഴിച്ച് ചെയ്യുമ്പോൾ ഗ്ലാസ് നല്ല രസമുണ്ടാവും. നമ്മൾ വൈറ്റ് ഇങ്ങനെ ചെല്ലുമ്പോഴത്തേക്ക്. എന്നിട്ട് നമ്മൾ ഇതിനകത്തേക്ക് നമ്മുടെ അടിച്ചു വെച്ചേക്കണ ആ ഷേക്ക് ഉണ്ടല്ലോ, അതായത് മിൽക്ക് ഷേക്ക് ഒഴിച്ചു കൊടുക്കുക. ഒരു 3/4 ഒഴിച്ചാൽ മതി. കാരണം ഇതിനകത്ത് നമുക്ക് ഐസ്ക്രീം നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. മിൽക്ക് ഷേക്ക് ആയതുകൊണ്ട് ഞാൻ ഇതിൽ യൂസ് ചെയ്യുന്നത് വാനില ഐസ്ക്രീമാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ ചോക്ലേറ്റ് ഐസ്ക്രീം അല്ല ചോക്ലേറ്റ് ഷേക്കൊക്കെ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ചോക്ലേറ്റിൻ്റെ ഐസ്ക്രീമാണ് അവിടെ യൂസ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്നത് വാനില ഐസ്ക്രീമാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഞാൻ ഇതിനകത്തേക്ക് ചെയ്യുന്നത് നട്ട്സ് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ആൽമണ്ട്, അതുപോലെ ക്യാഷ്, നമുക്ക് ഏതൊക്കെ നട്ട്സ് നമുക്ക് അവൈലബിൾ നമുക്ക് അതൊക്കെ യൂസ് ചെയ്യാം ശരിക്കും ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നട്ട്സ് ഒക്കെ അതുപോലെ ചെറിയ യൂസ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ വെച്ചിട്ട് ഞാൻ കാണിച്ചു തരാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്